വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് കുറച്ച് രാത്രി വിശേഷങ്ങളാണ്. ഞാൻ രാത്രി എന്തുണ്ടാക്കണം എന്നിങ്ങനെ വിചാരിച്ച് നിൽക്കുമ്പോഴാണ് എല്ലപ്പോഴൊന്നും ഞാനെല്ലാം പ്രിപ്പയർ ചെയ്യാറ്. പക്ഷെ എന്നാലും സ്പെഷ്യലായിട്ട് എന്തെങ്കിലും ഒന്ന് വേണം തോന്നിയപ്പോഴാണ് അച്ഛൻ നല്ല ലഗോൺ ചിക്കനും പൂളയൊക്കെ കൊണ്ടുവന്ന. പിന്നെ തന്നെ നാടൻ സ്റ്റൈലിൽ ഒരു ചിക്കൻ കറിയും പൂള പുഴുങ്ങിയതും ഉണ്ടാക്കാമെന്ന് വെച്ചു കേട്ടോ. അപ്പോൾ അതിനാണ് ഞാൻ ഈ അടുക്കളയിൽ കൂടെ ഇങ്ങനെ തിരിഞ്ഞ് കളിക്കുന്നത്. കാരണം ഓരോരോ ഐറ്റംസ് സെറ്റാക്കുകയാണ്. അതിൽ സവാള, അതായത് വെളുത്തുള്ളി, അങ്ങനെ എല്ലാ ഐറ്റംസും ഓരോന്നോരോന്നായിട്ട് എടുത്ത് വെച്ച് പിന്നെ എല്ലാം ക്ലീൻ ചെയ്തിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ലഗോൺ ചിക്കൻ അതിനെക്കൊണ്ട് നന്നായിട്ട് വേവണമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ കുക്കറിൽ തന്നെയാണ് കേട്ടോ പ്രിപ്പയർ ചെയ്യുക. അപ്പോൾ അതേ നമ്മുടെ ലഗോൺ ചിക്കൻ നല്ല കണ്ടീഷനായിട്ട് നിൽക്കുന്നതുണ്ടോ. അപ്പോൾ ഈ ഒരു ലഗോൺ ചിക്കൻ ഞാൻ നന്നായിട്ട് വാഷ് ചെയ്ത് അതിൽ മുട്ടയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നല്ല സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ലഗോൺ ചിക്കൻ അത്യാവശ്യം നല്ല വേവ് കൂടുതലാണ്. ഞാനൊരു 9-10 വിസിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. അത് തന്നെയാണെങ്കിൽ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. അതേ കുക്കറിൽ കോക്കനട്ട് ഓയിൽ ഒഴിച്ചു. അതിന് ശേഷം ഞാൻ അതിൽ സവാള ഇട്ടിട്ട് ഇങ്ങനെ വഴറ്റിക്കൊണ്ട് നിൽക്കുക കേട്ടോ. അപ്പോൾ നന്നായിട്ട് വഴറ്റിയ ശേഷം നമ്മൾ അതിലേക്ക് ഞാൻ കറിവേപ്പില, പിന്നെ തക്കാളി, അത് മാത്രമായിട്ട് ചെയ്തത്. അപ്പോൾ നിങ്ങൾ എനിക്കുണ്ട് എന്തോ മസാല ആഡ് ചെയ്തിട്ടുണ്ടല്ലോ, ചെറുതായിട്ട് അടിയിലുണ്ടല്ലോ തോന്നുന്നു. പക്ഷെ അത് മറ്റൊന്നല്ല, എനിക്ക് കറുവപ്പട്ട ഇല്ലാത്തതുകൊണ്ട് ഞാൻ കറുവപ്പട്ടേൻ്റെ പൊടി ഉണ്ടായിരുന്നില്ല, അപ്പോൾ അതും കുറച്ച് ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഏലക്കായ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇത്ര ഐറ്റംസേ ഉള്ളൂ. അത് നന്നായിട്ട് വഴറ്റിയിട്ട് ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആ ഒരു കൺസിസ്റ്റൻസിയിൽ എത്തിയപ്പോൾ ഞാൻ അതിലേക്ക് എന്ത് ചെയ്തു, കുറച്ച് നമ്മുടെ മസാലകളൊക്കെ ആഡ് ചെയ്ത്, അതായത് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, ഇത്രയും സാധനം ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുത്ത് പിന്നെ ഒരു 1.5 കപ്പ് വെള്ളവും കൂടെ ചേർത്തിട്ട് കണ്ടോ ഇതേപോലെ ഈ ഒരു മിക്സാക്കി എടുത്തിട്ടോ. അത് നന്നായിട്ട് തിളയ്ക്കുമ്പോൾ അതിലേക്ക് ഞാൻ ചിക്കൻ ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ ആഡ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. ഒരുപാടെല്ലാം കൂടെ ഒറ്റയടിക്ക് എടുത്തിടരുത്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊന്ന് മിക്സ് ആക്കാനുള്ളൊരു സൗകര്യത്തിനാണ്. പിന്നെ ഇത് കുറച്ച് ചിക്കനേ ഉള്ളതുകൊണ്ട് വലിയ കുഴപ്പമില്ല. അപ്പോൾ അതിലേക്ക് ചിക്കനൊക്കെ എടുത്തിട്ടു. അപ്പോൾ ആ ഒരു വേസ്റ്റ് പാട്ടാണ് കേട്ടോ, അത് അതിൽ കൂടിപ്പോയതാണ്. കാരണം നമ്മൾ കക്കും കരളും എന്നൊക്കെ പറയില്ല, ഞങ്ങളിവിടെ അങ്ങനെ കേട്ടോ പറയാറ്. അപ്പോൾ അത് ഞാൻ അങ്ങനെ അധികം ഉപയോഗിക്കാറില്ല. അപ്പോൾ അതതിൻ്റെ കൂടെ കൂടിയതുകൊണ്ട് മാറ്റിയത് കേട്ടോ. നന്നായിട്ട് ഇളക്കിയിട്ട് നമ്മളെപ്പോഴും മസാല അതേപോലെ നന്നായിട്ട് ചേർത്തിട്ടുണ്ടെങ്കിൽ അതിലത്രത്തോളം ആ ഒരു ചിക്കൻ പിടിക്കും കേട്ടോ. അങ്ങനെ ഞാൻ എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ കുറച്ച് നേരം എന്തായാലും സമയം എടുക്കല്ലോ. അപ്പോൾ മോളെയും കൊണ്ടൊന്ന് പുറത്തിറങ്ങി നടക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ മുറ്റത്തൂടെ നടക്കുമ്പോൾ അതാ ഒരാൾ ഇതായിരിക്കുന്നു, എൻ്റെ ത്രയ്യുവിൻ്റെ ഫ്രണ്ട് അപ്പൂച്ചക്കുട്ടി. കണ്ടോ, രാത്രി എന്തെങ്കിലും കിട്ടുമോ നോക്കിയിട്ട് പാവം അങ്ങനെ നിൽക്കുക കേട്ടോ. അതിന് പുറത്തൊക്കെ പോയിട്ട് വരുന്നതാണ്, പക്ഷെ എന്നാലും നമ്മളവിടെ വരുന്നതല്ലേ. എനിക്ക് എന്തെങ്കിലും കൊടുക്കണം എന്നുണ്ടായിരുന്നു. പക്ഷെ കൊടുക്കാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഈ പൂച്ചയ്ക്ക് അങ്ങനെ ഒരു തകരാറുണ്ട് കേട്ടോ. ചിലപ്പം ഇങ്ങനെ ഇതുപോലത്തെ പൂച്ച കേട്ടോ, നമ്മൾ വളർത്തുന്ന പൂച്ചയല്ല, ഇങ്ങനെ വളർത്താത്ത പൂച്ച ചിലപ്പോൾ നമ്മളെ വീട്ടിൻ്റെ ഉള്ളിലൊക്കെ കയറാനുള്ള ചാൻസ് കൂടുതലാണ്. കണ്ടില്ല, ഒരാൾ വന്നു കഴിഞ്ഞാൽ പിന്നെ ഓരോരുത്തരായിട്ട് വരും. ഇപ്പം ഇത് പുതിയ ഒരാളാണ്, പക്ഷെ ഇവർ തമ്മിൽ അത്ര ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിലല്ല കേട്ടോ. വലിയൊരു താല്പര്യം എല്ലാവരും ഉണ്ടാക്കും. അപ്പോൾ ഞാൻ ആ പൂച്ചക്കുട്ടീനെ നോക്കി ഇങ്ങനെ നടക്കുമ്പോൾ ആ പൂച്ചക്കുട്ടി എൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട് കേട്ടോ, ചെറുത്. കാരണം വേറെ ഒന്നും കൊണ്ടല്ല, അതിന് രാവിലെയൊക്കെ ഫുഡ് കൊടുക്കുന്നുണ്ടായിരിക്കണം. ഞാനിങ്ങനെ വന്നപ്പോൾ അതിൻ്റെ വിചാരം എന്തോ ഫുഡ് കൊണ്ടുവന്നതാണ്. അപ്പോൾ പാവം തോന്നിയിട്ട് ഞാൻ അമ്മേനോട് പറഞ്ഞു, അമ്മ രാവിലത്തെ ദോശേൻ്റെ കഷ്ണമായിട്ട് എന്തെങ്കിലും ഒന്ന് കൊണ്ടുതരാൻ പറഞ്ഞു. അമ്മ അത് കൊണ്ട് തന്നിട്ടോ. പിന്നെ എൻ്റെ മോക്കാണെങ്കിൽ വലിയ ഇഷ്ടമാണ് അതിന് ഫുഡ് കൊടുക്കുമ്പോൾ അത് നോക്കിയൊക്കെ. അപ്പോൾ പിന്നെ ഞാൻ അവളെ ഒന്ന് ഹാപ്പി ആക്കാമെന്ന് വിചാരിച്ച് അതും കൂടെ ചെയ്തു കേട്ടോ. പക്ഷെ എന്നാലും കണ്ടില്ല, അവർ എന്തൊരു അണ്ടർസ്റ്റാൻഡിങ് അല്ല എന്ന് പറഞ്ഞാലും ഈ പൂച്ചക്കുട്ടി ഞാൻ നോക്കുമ്പോൾ കുറച്ച് കഷ്ണം അവിടെ വെച്ചിട്ടുണ്ട്. അത് അതിന് കഴിക്കാൻ വേണ്ടി തന്നെ വെച്ചാണ്. കാരണം അത് കഴിച്ചിട്ട് പിന്നെ എൻ്റെ അടുത്തേക്ക് വന്ന് നിൽക്കുകയാണ്. എന്താ അല്ലേ, അവരുടെ ഇടയിൽ വരെയുണ്ട് ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്. നമ്മൾ മനുഷ്യന്മാരുടെ ഇടയിൽ ഇതുണ്ടോ എന്ന് ആരോട് ചോദിക്കുന്നത് എനിക്ക് തോന്നുന്നില്ല. പിന്നെ ഞാൻ വീണ്ടും എൻ്റെ മോളെയും കൊണ്ട് കുറച്ച് നേരം കൂടെ അതിലെങ്ങനെ നടക്കുകയാണ്. അപ്പോൾ എങ്ങനെയെങ്കിലും ഇവളെ ഉള്ളിലേക്ക് കയറ്റണം എന്ന് എനിക്കൊരാഗ്രഹമുണ്ട്. പക്ഷേ ഇവൾക്ക് വരാൻ തീരെ താല്പര്യമില്ല കേട്ടോ. കണ്ടോ, പിന്നെയും മുറ്റത്തേക്ക് തന്നെ പോകാനാണ് ഇപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ചെറുതായിട്ടൊന്ന് കരഞ്ഞു. പിന്നെ ഒരുവിധം പറഞ്ഞ് മനസ്സിലാക്കിയുള്ളൂ. കയറ്റിയപ്പോഴത്തേക്കും അമ്മ അതേ പൂളയൊക്കെ റെഡിയാക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിൽ ഒരു നുള്ളു മഞ്ഞൾ ഇട്ടിട്ടുണ്ട്, പിന്നെ ഉപ്പ്, പൂള അത്രേ ചെയ്തിട്ടുള്ളൂ. ഞാൻ ചിക്കൻ്റെ ഒന്ന് തുറന്ന് നോക്കിയപ്പോൾ അതെ ഇങ്ങനെ സെറ്റായിട്ടുണ്ട് കേട്ടോ. ഇതിങ്ങനെ കാണുമ്പോൾ നിങ്ങൾക്ക് ചെറിയൊരു വൈറ്റ് കളർ തോന്നും, അങ്ങനെ വലിയ മസാല പിടിക്കാത്ത പോലെ തോന്നും കേട്ടോ.
ഫോട്ടോയിലായതുകൊണ്ടാണ്. ഇതായിരുന്നു കേട്ടോ ഫൈനൽ ലുക്ക്. അപ്പോൾ പൂളക്കറിയാണ് ഉണ്ടാക്കിയത്. പൂളക്കറിയിൽ മറ്റൊന്നുമില്ല, തേങ്ങയും ഒരു നുള്ളി ജീരകം, അതേപോലെ തന്നെ പച്ചമുളക്, കറിവേപ്പില ഇതൊക്കെ കൂടെ അരച്ചിട്ട് ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് എടുത്തത്. പിന്നെ ഈ പൂള ശരിക്കും അങ്ങോട്ട് വേവുന്നില്ലായിരുന്നു. വേവുന്നില്ല വെച്ചാൽ ചില പൂള എങ്ങനെയാണല്ലോ കുറച്ച് കട്ടിയായിട്ട് അങ്ങനെ കിടക്കില്ല. അപ്പോൾ ആ ഒരു രീതിയിലായിരുന്നു കേട്ടോ. ഇല്ലെങ്കിൽ കുറച്ചുകൂടി നന്നായിട്ട് ഉടഞ്ഞിട്ട് കിട്ടുമായിരുന്നു. പക്ഷെ അതങ്ങനെയാണ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ഞങ്ങളെല്ലാവരും ഫുഡൊക്കെ കഴിച്ചു. അതിന് ശേഷം ഇനി ഉറങ്ങാൻ വേണ്ടി പോവുകയാണ്. ഓക്കെ, ബൈ, ഗുഡ് നൈറ്റ്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ.